ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. കാരണം എന്ന് വെച്ചാൽ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനും ചേച്ചിയുടെ മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാമിയും മോളുമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ മാമിയും മോളും കൂടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദേവു അമ്മൂമ്മ പോയി. ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അറിയാലോ അല്ലേ? പല്ല് തേച്ചോ? പോയി തേക്കൂ. അപ്പോൾ ദേവു ഒന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് പോകാമെന്ന്. അങ്ങനെ താഴെ ചെന്നപ്പോൾ ഏകദേശം 9:15 കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വിൻഡോസും ആ ഡോറും ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ചൂട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടിയേക്കുകയാണ് അമ്മ. കാരണം അമ്മ അതിരാവിലെ പോയി കേട്ടോ. അതുകൊണ്ട് ഇവളിതുവരെ പല്ല് തേച്ച് കഴിഞ്ഞില്ല ഗൈസ്. ഒരു 1.5 പല്ല് തേപ്പാണ് ഇവളുടെ. ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഡോർ തുറക്കാൻ വന്നപ്പോൾ തന്നെ ചേച്ചി വന്നു. ചേച്ചി വന്നപ്പോൾ തന്നെ ഒരു പാക്കറ്റ് ബീഫൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തല്ലേ, ചേച്ചി ഓൾറെഡി താമസിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഡോറൊക്കെ തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഗൈസ്, ഈ അപ്പം കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് റൗണ്ട് ഷേപ്പിലൊക്കെ ഇരുന്ന് കാണാറുണ്ട്, ഞാനത് കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ റൗണ്ട് ഷേപ്പ് ആക്കാൻ കുറച്ച് പാടാണ്. എന്നാലും എങ്ങനെയൊക്കെ ഞാൻ ആക്കിയെടുത്തു. അതുകൊണ്ടിപ്പോൾ ദേവുവിനൊരാഗ്രഹം എന്തായാലേ ഞാൻ വിചാരിച്ച് നടക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കഴിക്കാൻ വേണ്ടി ഒരു കറി റെഡിയാക്കുവാണ് ഞാൻ. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ പേരെന്തോന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഇത് മുട്ട കൊണ്ടുള്ളൊരു സംഭവം അല്ലേ? ഓക്കെ, അപ്പോൾ ദേവുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ മുട്ടയിലേക്ക് എത്തിയത്. കാരണം ദേവു പറഞ്ഞു റിസ്ക്കുള്ള പണിയൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള പണി മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മുട്ട എടുത്തത്. അപ്പോൾ ഗൈസ്, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇടുക. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വരണ്ട് വരും എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാവുന്ന പൊടികളെല്ലാം അതിലേക്ക് ചേർക്കുക. എനിക്കറിയുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. ഈ മൂന്നും ഞാൻ അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു ഗൈസ്. അതൊന്ന് മിക്സായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ചു. ഭാഗ്യം തോട് അതിൻ്റെ അകത്ത് പോയില്ല, സാധാരണ പോകുന്നതാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ്. കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഗൈസ്. കൊള്ളാം, സത്യമായിട്ടും കൊള്ളാം ഗൈസ്. പിന്നെ ഗൈസ്, ചൂടൊക്കെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ച് കുടിച്ചു. വാട്ടർമെലൺ ജ്യൂസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്ത് അങ്ങ് കുടിച്ചു ഗൈസ്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അതിനുശേഷം ഞങ്ങൾ കുക്കിംഗ് ആരംഭിച്ചു. സീരിയസ്ലി കിച്ചണിൽ നിന്നപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും ചൂടാണെന്ന്. പാവേൻ്റെ കുട്ടിയുണ്ടോ, എന്ത് സ്നേഹമുള്ള കുട്ടിയാണ് നോക്കൂ. ഹലോ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ് മാമി മോളും. യെസ്, അപ്പോൾ ഞങ്ങൾ ഇതാ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ട്രൈ ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അല്ലേ ദേവു? യെസ് യെസ്. അപ്പോൾ ഗൈസ്, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പെരുംജീരകവും കടുകും ഇട്ടതിന് ശേഷം അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇടും. അപ്പം ഇത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കും. കുറച്ച് ടൈം എടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യണം, അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ. അതിൽ കുറച്ച് ഒന്ന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒരു തക്കാളി എടുത്തു. അതൊരു 4 to 5 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലോണം മിക്സാക്കി. അപ്പോൾ എൻ്റെ വളരെ ചുരുക്കം കറി ലീവ്സ് ഉണ്ടായിരുന്നുള്ളത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് മസാല ചേർക്കുന്നത് എപ്പോഴും. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല ഉണ്ടായിരുന്നു, അത് കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ടോ. ഞാൻ എപ്പോഴും മസാല ഇങ്ങനെയാണ് ചേർക്കാറ്, ഞാനത് പൊടിയായിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാറില്ല. പിന്നെ നല്ലപോലെ ഒന്ന് കുറച്ച് ടൈം എടുത്ത് ഒന്ന് മിക്സാക്കി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഞങ്ങളതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി അടച്ചു വെക്കാം. ഒരു 5 to 6 വീസിലാണ് ഞാൻ എന്തായാലും നോൺ വെജ് കഴിക്കില്ല, അപ്പം വെജ് എന്തെങ്കിലും ആവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. റൈസിലൊക്കെ വന്നിട്ടോ, ആ റൈസിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ക്ലീനിങ് ആരംഭിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തു, ഫുൾ സെറ്റാക്കി. താങ്ക്
എല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ വിശാലമായിട്ട് ഫുഡ് കഴിച്ചു ഗൈസ്. ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, വളരെ ടേസ്റ്റായിരുന്നു, സീരിയസ് ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കുറച്ച് അധികം കഴിച്ചു. പിന്നെ റെസ്റ്റ് അനിവാര്യം, ദേവ് പറയുമായിരുന്നു വയറ് ഫുള്ളായിപ്പോയി എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. 4:25 ഗൈസ്. 4:25 ദേ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ക്ഷീണം ഇതുവരെ തീർന്നില്ല, എന്താ പറയുക അല്ലേ. പിന്നെ ഞങ്ങൾ ഫേസ് പാക്കൊക്കെ റെഡിയാക്കി കേട്ടോ. ഞങ്ങളുടെ ടൈമാണ്, ഗേൾസ് ടൈമാണ് കേട്ടോ, ഗേൾസ് ടൈം. അപ്പോൾ ഞങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് സുന്ദരികളാകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫേസ് പാക്കൊക്കെ സെറ്റാക്കി. ഹായ്, എന്താ രസമല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെറ്റായി നിന്നപ്പോൾ ദേ വരുന്നു അമ്മ. കല്യാണത്തിന് പോയി അമ്മ ദേ തിരിച്ച് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അമ്മയെ നിർബന്ധിച്ച് വിളിച്ച് ഞങ്ങളുടെ കയ്യിലിരുന്ന ഫേസ് പാക്ക് വീണ്ടും അമ്മയുടെ ഫേസിലേക്ക് സെറ്റ് ചെയ്ത് വിട്ടു. ദേ നിൽക്കുന്ന നിൽപ്പ് ഉണ്ടാവും, വാവ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായി ഞങ്ങളുടെ ഫേസ് കഴുകുകയാണ്. മനസ്സിൽ ആഹാ വെളുത്ത് കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതാ ഞങ്ങൾ മൂന്നുപേരും മത്സരിച്ച് മുഖം കഴുകി. എന്നിട്ട് ഓടി വരികയാണ് ഗൈസ് ക്യാമറയുടെ മുന്നിലേക്ക്, വെളുത്തോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും തോന്നി വെളുത്തു, ഞങ്ങൾ നല്ലപോലെ വെളുത്തു എന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ ശരിക്കും. പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് നിന്നപ്പോൾ ദേ നിൽക്കുന്ന അപ്പുറത്തെ ആൻറ്റി അടുത്ത് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് നിന്ന സമയത്ത് നമ്മുടെ സ്വന്തം ചേച്ചി ഇതാ തിരിച്ചു വന്നു. അമ്മയ്ക്കുള്ള പൊതി അമ്മയുടെ കയ്യിൽ കൊടുത്തു, എനിക്കുള്ള പൊതി ദേ കൊണ്ടുവരുന്നു. ഇതിലെന്താണെന്ന് ഇപ്പം ഞാൻ പറയാം കേട്ടോ ഗൈസ്. യെസ് ഗൈസ്, ഐസ്ക്രീം. ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഫ്ലേവറിനനുസരിച്ച് അവിടെ അടിപിടി ബഹളമൊന്നും ഇല്ലാതെ അവരവരെടുത്ത് ചീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെത്തി. അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ച് നോക്കി. കൊള്ളാം ഗൈസ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചേച്ചി പോകാൻ നേരത്ത് ദേവുവിനെയും കൂടെ കൊണ്ടുപോയി, ഗൈസ് കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.